സംസ്ഥാനത്തെ എല്ലാ ഭവനരഹിതർക്കും അടച്ചുറപ്പുള്ള വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലൈഫ് പദ്ധതി ലോകത്തിന് മാതൃകയെന്ന് കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMY ഗുണഭോക്തൃ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. രാജ്യത്ത് തന്നെ ഒരു സംസ്ഥാനം നൽകാത്ത രീതിയിൽ ഈ ഭവന പദ്ധതി ഏറ്റവും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ, അപ്പോൾ സാധാരണക്കാരൻ്റെ വീടെന്ന സ്വപ്നം അതിനെ യാഥാർത്ഥ്യമാക്കിയ 5,47,000 വരുന്ന കുടുംബങ്ങളുടെ സന്തോഷം നമ്മളൊന്ന് ആലോചിച്ചു പോകും. അതിലേക്കാണ്, ആ പൂർത്തീകരണത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. സംസ്ഥാനത്തുള്ള മുഴുവൻ ഭവനരഹിതർക്കും വീട് നൽകുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒന്നിച്ച് തന്നെ നമുക്ക് ഇത്ര അധികം ആളുകൾ കൊടുക്കാൻ പറ്റില്ലെങ്കിലും ഘട്ടം ഘട്ടമായാണ് നമ്മളിപ്പോൾ ഈ പദ്ധതി നടപ്പിലാക്കിയത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒന്നിച്ച് ലഭ്യമായില്ലെങ്കിലും എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ മറ്റൊരു കാര്യം, ഇതിൻ്റെ കൂടെ തന്നെ തൊഴിൽ ലഭ്യമാകുന്ന മറ്റ് പദ്ധതികളൊക്കെ തന്നെ നമ്മൾ ധാരാളം നടപ്പിലാക്കുന്നുണ്ട്, ഇതിൽ തന്നെ പഥ്യമായി. അപ്പോൾ പങ്കാളിത്ത വ്യവസ്ഥയിൽ പുതിയ തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കാനൊക്കെയുള്ള പരിപാടികൾ ഇതെല്ലാം തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയാണ് ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്ത് 4,51,631 വീടുകൾ നിർമ്മാണം പൂർത്തിയാക്കി. കൂടാതെ 95,922 വീടുകളുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. സംസ്ഥാനത്തെ മുഴുവൻ ഭവനരഹിതർക്കും വീട് വെച്ച് നൽകുവാനും തൊഴിൽ ചെയ്ത് ഉപജീവനമാർഗം മെച്ചപ്പെടുത്തുന്നതിലും പങ്കാളികളാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, മതിലകം പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, എടവലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K മധുരാജ് എന്നിവർ സംസാരിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, നാട്ടുകാർ എന്നിവരും പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 65 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 2191 ചതുരശ്ര അടിയിൽ കോൺഫറൻസ് ഹാൾ പണികഴിപ്പിച്ചിട്ടുള്ളത്.